ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് റവ കൊണ്ട് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയാലോ. നല്ലൊരു പൊറോട്ടൻ്റെ അതേ രുചിയിലാണ് നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു കപ്പ് റവാണ് എടുത്തിട്ടുള്ളത് എങ്കിൽ അതിലേക്ക് ഒരു 1.25 കപ്പോളം വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പാകത്തിന് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അടച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ വെള്ളം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളക്കുന്നുണ്ട്. ഏതൊരു സമയത്ത് നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഈ റവ ഇതിലേക്ക് കുറേശ്ശെ ഇട്ടെടുത്തതിന് ശേഷം മറ്റേ കൈ കൊണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഇപ്പോൾ ഞാനിതാ മുഴുവൻ റവയും അതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതാ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്ക് മൈദപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ റവ എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ചൂടുണ്ട് എങ്കിൽ തന്നെ ആ ചൂടോടുകൂടെ തന്നെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കാം. അതിന് ശേഷം കൗണ്ടർ ടോപ്പൊക്കെ നല്ല വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിതാ 2 കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഒന്ന് കുഴച്ചെടുക്കുന്ന ആ രീതിയിൽ കുഴച്ചെടുക്കാം. ഇനി കുഴച്ച് വെച്ച മാവിലേക്ക് നമ്മൾ കുറച്ച് ഓയിലൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ കുഴച്ചെടുക്കുന്നുണ്ട്. ഒരു സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്ത് ചെറിയ ബോളാക്കിയിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇപ്പോൾ ദാ ഈ ഒരു രീതിക്ക് കുറച്ച് ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടെടുക്കാം. അതിന് ശേഷം ഇതിൽ നിന്നും ഒന്ന് പരത്തിയെടുക്കാം. സാധാരണ പത്തിരിയൊക്കെ പരത്തുന്ന ആ ഒരു രീതിയിൽ തന്നെ. പിന്നെ ഈ ഒരു ബോൾസ് കുറച്ചൊരു കട്ടി വലുതാക്കി തന്നെ ഒന്ന് എടുക്കണം കേട്ടോ. പിന്നെ നല്ല വലുതാക്കി പത്തിരിയൊന്നും പരത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതൊരു പാത്രം ഉപയോഗിച്ചിട്ട് ഇതൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ഒരു വീഡിയോയിലൊക്കെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാതെ നമുക്ക് വട്ടത്തിലായിട്ട് നമുക്ക് പരത്തിയെടുത്തിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഈ ഒരു അളവിലാണ് ഇത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ ബാക്കിയുള്ള രണ്ടാമത്തതും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് പരത്തി എടുക്കാം. ഈ ഒരു ടോപ്പ് വെച്ചിട്ട് ഇതുപോലെ. അപ്പോൾ കുറച്ചൊരു കട്ടി അത് വേണം കേട്ടോ പത്തിരി. ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ദോശക്കല്ലോ അല്ലെങ്കിൽ പത്തിരിക്കല്ല് വെക്കാണ്ടെങ്കിൽ ഒരു 3-4 നമുക്ക് ചുട്ടെടുക്കാം. ഞാനിവിടെ ദോശക്കല്ലാണ് വെച്ചെടുത്തിട്ടുള്ളത്. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു പത്തിരി ഇട്ടെടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിൻ്റെ മേലെ കുറച്ച് ഓയിലോ ഇനി നെയ്യാണെങ്കിൽ നെയ്യും ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഞാൻ ഓയിലാണ് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും നമുക്കിതിവിടെ കുറച്ചും കൂടെ ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണ വരെ ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റാണ്. പൊറോട്ടൻ്റെ അതേ രുചിയിലാണ് കേട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാനിതാ അടുത്തതും കൂടെ ഇതുപോലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റും. ഇനി പത്തിരിക്കല്ലാവുമ്പോൾ ഒന്നുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തേത് ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും goodbye.